ആഗോള നാവിക യുദ്ധ ചരിത്രത്തിലെയും നയതന്ത്ര സമവാക്യങ്ങളിലെയും ഏറ്റവും വലിയ ശക്തി പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോക സമുദ്രങ്ങൾ. റഷ്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും ചെലവേറിയതുമായ നവീകരണ പ്രക്രിയകൾ പൂർത്തിയാക്കി. അഡ്മിറൽ നഖിമോവ് എന്ന ആണവ ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന ഭീമൻ യുദ്ധക്കപ്പൽ സമുദ്രത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. കെയ്റോ ക്ലാസ് ബാറ്റൻ ക്രൂയിസർ വിഭാഗത്തിൽപ്പെട്ട ഈ കപ്പൽ നവീകരണത്തിന് ശേഷം കേവലം ഒരു യുദ്ധക്കപ്പൽ എന്നതിനപ്പുറം സമുദ്രത്തിലെ ഏറ്റവും മാരകമായ ആയുധപുരയായി മാറിയിരിക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏകദേശം 28,000 ടൺ ഭാരമുള്ള ഈ ആണവ രാക്ഷസൻ നാവിക ലോകത്ത് റഷ്യയുടെ തിരിച്ചുവരവിന്റെ പ്രഖ്യാപനമാണ്. ദശാബ്ദങ്ങളായി നീണ്ടുനിന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും വിനാശകരമായ ആയുധങ്ങളും സമന്വയിപ്പിച്ചാണ് റഷ്യ ഈ കപ്പലിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ നാവിക മേധാവിത്വം നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷിയായ നാറ്റോ പടയ്ക്കും വലിയൊരു വെല്ലുവിളിയാണ് അഡ്മിറൽ നഖിമോവ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ കപ്പൽ പൂർണ്ണ സജ്ജമായി രംഗത്തിറങ്ങുന്നതോടെ സമുദ്രങ്ങളിലെ ശക്തിബലങ്ങൾ പാടെ മാറിമറിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അത്ഭുതകരമായ വേഗത തന്നെയാണ്. ആണവ ഊർജ്ജത്താൽ പ്രവർത്തിക്കുന്ന അഡ്മിറൽ നഖിമോവിന് കടലിൽ മണിക്കൂറിൽ ഏകദേശം 32 നോട്ട്സ് വേഗത കൈവരിക്കാൻ സാധിക്കും. ഇത്രയും വലിയൊരു യുദ്ധക്കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഈ വേഗത സമാനതകളില്ലാത്ത ഒന്നാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വലിയ യുദ്ധക്കപ്പൽ ഇതാണെന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. അമേരിക്കൻ നാവികസേനയുടെ പക്കലുള്ള ഏതൊരു പ്രമുഖ ഉപരിതല യുദ്ധക്കപ്പലിനെയും വേഗതയിൽ പിന്നിലാക്കാൻ ഇതിന് സാധിക്കുമെന്നത് പെന്റഗണിനെ പോലും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. വേഗതയ്ക്കൊപ്പം തന്നെ ഈ കപ്പലിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് അതിൽ സജ്ജീകരിച്ചിരിക്കുന്ന അത്യാധുനിക ഹൈപ്പർസോണിക് സിർക്കോൺ മിസൈലുകളാണ്. ശബ്ദത്തേക്കാൾ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള സിർക്കോൺ മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള ലോകത്തിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും സാധ്യമല്ല. അമേരിക്കയുടെ പ്രശസ്തമായ വിമാനവാഹിനി കപ്പലുകളെ പോലും നിമിഷനേരം കൊണ്ട് തകർക്കാൻ ഈ മിസൈലുകൾക്ക് ശേഷിയുണ്ട്. ഈ ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ സാന്നിധ്യം അഡ്മിറൽ നഖിമോവിനെ ശത്രുക്കൾ ഭയപ്പെടേണ്ട ഒന്നാക്കി മാറ്റുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരങ്ങളിലൊന്നാണ് ഈ ഒരൊറ്റ കപ്പലിൽ റഷ്യ ഒരുക്കിയിരിക്കുന്നത്. ഉപരിതല കപ്പലുകളെ തകർക്കാനുള്ള ക്രൂയിസ് മിസൈലുകൾ, അന്തർവാഹിനികളെ തകർക്കാനുള്ള ടോർപിഡോകൾ, ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തടയാനുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകൾ എന്നിവയെല്ലാം ഇതിൽ സജ്ജമാണ്. സമുദ്രത്തിൽ ഒരേ സമയം ഒന്നിലധികം ശത്രു ലക്ഷ്യങ്ങളെ ഒരേ സമയം നേരിടാനും അവയെ പൂർണ്ണമായും തകർക്കാനും ശേഷിയുള്ള ഒരു വലിയ കോട്ടയ്ക്ക് സമാനമാണ് ഈ റഷ്യൻ കപ്പൽ. ആയുധങ്ങൾക്കൊപ്പം തന്നെ ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ഈ കപ്പലിന്റെ ഭാഗമാണ്. ശത്രുക്കളുടെ റഡാറുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പൂർണ്ണമായും നിശ്ചലമാക്കാൻ പോകുന്ന ഇലക്ട്രോണിക് ജാമറുകൾ അഡ്മിറൽ നഖിമോവിലുണ്ട്. ഇതുവഴി ശത്രുക്കൾക്ക് ഈ കപ്പലിന്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുക എന്നത് ദുഷ്കരമാകും. കൂടാതെ ശത്രുക്കൾ അയക്കുന്ന മിസൈലുകളുടെ ദിശ തിരിച്ചുവിടാനും അവയുടെ ലക്ഷ്യം തെറ്റിക്കാനും ഈ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കും. റഷ്യയുടെ വടക്കൻ കപ്പൽ പടയുടെ കരുത്ത് ഇരട്ടിയാക്കാനാണ് ഈ ആണവ ക്രൂയിസർ പ്രധാനമായും ഉപയോഗിക്കുക. ആർട്ടിക് മേഖലയിലെയും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അഡ്മിറൽ നഖിമോവ് നിർണായക പങ്കുവഹിക്കും. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുന്നതോടെ പുതിയ കപ്പൽ ചാലുകളും വൻതോതിലുള്ള പ്രകൃതി വിഭവങ്ങളും ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആർട്ടിക് മേഖലയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുക എന്ന റഷ്യൻ താൽപര്യങ്ങൾക്ക് ഈ കപ്പൽ വലിയ ഊർജം നൽകും. അമേരിക്കൻ നാവികസേനയുടെ ഭാഗമായ ഭീമൻ വിമാനവാഹിനി കപ്പലുകൾക്ക് കൃത്യമായ ഒരു മറുപടിയാണ് റഷ്യ ഈ പ്രോജക്റ്റിനെ കാണുന്നത്. കടലിൽ നേരിട്ടൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ മുഴുവൻ നാവിക വ്യൂഹത്തെയും ഒറ്റയ്ക്ക് നേരിടാൻ പോകുന്നതാണ് ഈ കപ്പലെന്ന് റഷ്യൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. അമേരിക്കൻ വ്യൂഹത്തിന്റെ മധ്യത്തിലേക്ക് തുളച്ചു കയറി അവരുടെ പ്രധാന കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ഒരു കരിയർ കില്ലറായാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആഗോള നാവിക മത്സരങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക്കിലും അമേരിക്കയും ചൈനയും റഷ്യയും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അഡ്മിറൽ നഖിമോവിന്റെ രംഗപ്രവേശം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സമുദ്രത്തിലെ തങ്ങളുടെ ശക്തി ചോദ്യം ചെയ്യപ്പെടാത്തതല്ല എന്ന അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ റഷ്യക്ക് ഇതിലൂടെ സാധിക്കും. ദീർഘകാലം നീണ്ടുനിന്ന നവീകരണ പ്രക്രിയയായതിനാൽ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെയും സാങ്കേതിക ശേഷിയെയും പരീക്ഷിച്ച ഒരു പ്രോജക്റ്റ് കൂടിയായിരുന്നു ഇത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യൻ നാവികസേന നേരിട്ട പ്രതിസന്ധികളെല്ലാം മറികടന്നുവെന്ന് തെളിയിക്കേണ്ടത് വ്ളാഡിമിർ പുടിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന്റെ പൂർത്തീകരണം റഷ്യൻ ജനതയുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകം കൂടിയാണ്. ആഗോളതലത്തിൽ റഷ്യൻ സൈനിക ശേഷിയുടെ വിളംബരമായി ഈ കപ്പൽ മാറും.
വരും മാസങ്ങളിൽ സമുദ്രത്തിൽ നടക്കുന്ന വിപുലമായ പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷം അഡ്മിറൽ നഗിമോവ് ഔദ്യോഗികമായി സേവനത്തിന്റെ ഭാഗമാകും. ഇത് ലോകമെമ്പാടുമുള്ള പ്രതിരോധ മന്ത്രാലയങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഈ കപ്പലിന്റെ ചലനങ്ങളും വിന്യാസവും നിരീക്ഷിക്കാൻ അമേരിക്കയും നാറ്റോ സഖ്യവും തങ്ങളുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കടലിലെ ഈ പുതിയ ശക്തി പ്രകടനം വരും വർഷങ്ങളിൽ ലോക രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയൊരു ഘടകമായിരിക്കുമെന്നതിൽ സംശയമില്ല.